ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PC ബേസിക്സിലേക്ക് സ്വാഗതം. LGS ആയാലും LDC ആയാലും ഇനി അടുത്ത് വരുന്ന CPO പരീക്ഷയായാലും ഏതൊക്കെ തന്നെ ആയാലും നമ്മൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം. പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എത്ര പഠിച്ചിട്ടുണ്ട്, എത്ര വർഷമായിട്ട് പഠിച്ചിട്ടുണ്ട്, അതിലൊന്നും യാതൊരു കാര്യവുമില്ല. സ്മാർട്ടായിട്ട് വർക്ക് ചെയ്തിട്ടേ കാര്യമുള്ളൂ. അപ്പോൾ സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വിശകലനം ചെയ്ത് പഠിക്കുക എന്നുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള 10 ക്വസ്റ്റ്യൻസ് PSC ബുള്ളറ്റിനിൽ വന്നിട്ടുള്ളതാണ് നമ്മൾ ഇന്ന് വിശകലനം ചെയ്യുന്നത്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇനിയും ക്ലാസ്സുകൾ കണ്ടിന്യൂ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് വേണം, നിങ്ങളുടെ കമൻറ്റ് വേണം. അതനുസരിച്ചിട്ടായിരിക്കും ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒന്നാമത്തെ ചോദ്യം, ഗിരി നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ്? ഗിരി അല്ല, ഗിർ നാഷണൽ പാർക്ക്. വളരെ ഫേമസ് ആയിട്ടുള്ള നാഷണൽ പാർക്കാണ് ഗിർ നാഷണൽ പാർക്ക്. ഇത് ഏത് സംസ്ഥാനത്താണ്? സിമ്പിളായിട്ട് ആൻസർ ചെയ്യാം, ഗിറിൻ്റെ എടുക്കുക, ഗുജറാത്തിലാണ്. ഗിർ നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ്? ഗുജറാത്താണ്. അങ്ങനെയാണെങ്കിൽ നാഷണൽ പാർക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഇന്ത്യയിലെ ഔദ്യോഗിക നാഷണൽ പാർക്കുകളുടെ എണ്ണം എത്രയാണ്? 106 ഔദ്യോഗിക നാഷണൽ പാർക്കുകളാണ് ഉള്ളത്. ഇൻ കേസ് നിങ്ങളുടെ ഓപ്ഷൻസിൽ 105 ഉള്ളൂ എങ്കിൽ 105 സെലക്ട് ചെയ്യാം. അതല്ല എങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കണക്കനുസരിച്ച് 106 ഔദ്യോഗിക നാഷണൽ പാർക്കുകളാണ് ഇന്ത്യക്ക് ഉള്ളത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ നാഷണൽ പാർക്ക് എവിടെയാണ്? അത് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന പ്രദേശമായ ലഡാക്കിലാണ് ഹെമിസ് നാഷണൽ പാർക്ക്. എന്താണ്? ഹെമിസ് നാഷണൽ പാർക്കാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ നാഷണൽ പാർക്ക്. ഹെമിസ് ഹൈ പൊസിഷനിലുള്ളതെന്ന് പഠിച്ചാൽ ഹെമിസ് നാഷണൽ പാർക്കാണ് ഏറ്റവും വലിയ നാഷണൽ പാർക്ക് എന്ന് ഓർത്തിരിക്കാം. ഇനി ഒരു ബട്ടൻ്റെ അത്ര ഉള്ളതാണ് ഏറ്റവും ചെറിയ നാഷണൽ പാർക്ക്. ഒരു ബട്ടൻ്റെ അത്രയേ ഉള്ളൂ. അത് ആൻഡമാൻ നിക്കോബാറിലാണ് ആ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. അത് സൗത്ത് ബട്ടൺ ഡീപ് നാഷണൽ പാർക്കാണ്. ഏതാണ്? സൗത്ത് ബട്ടൺ ഡീപ് നാഷണൽ പാർക്കാണ്. അപ്പോൾ ഇന്ത്യയിൽ മൊത്തം 106 നാഷണൽ പാർക്കുകളുണ്ട്. ഏറ്റവും വലിയ നാഷണൽ പാർക്ക് ഹെമിസ് നാഷണൽ പാർക്കാണ്. അത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ലഡാക്കിലാണ്. ഇനി ഏറ്റവും ചെറിയ നാഷണൽ പാർക്ക് ബട്ടൻ്റെ അത്രയുള്ള നാഷണൽ പാർക്ക് ഏതാണ്? സൗത്ത് ബട്ടൺ ആണ്. അത് ആൻഡമാൻ നിക്കോബാറിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ മറൈൻ നാഷണൽ പാർക്ക് ഏതെന്ന് ചോദിക്കും. ഇന്ത്യയിലെ ആദ്യത്തെ മറൈൻ നാഷണൽ പാർക്ക് അത് സ്ഥിതി ചെയ്യുന്നത് ഗൾഫ് ഓഫ് കച്ചിലാണ്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു ഗിർ നാഷണൽ പാർക്ക് എടുത്താൽ ഗുജറാത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഗൾഫ് ഓഫ് കച്ച് എടുത്താൽ ഗുജറാത്തിലാണ് ഗൾഫ് ഓഫ് കച്ചും സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ മറൈൻ നാഷണൽ പാർക്ക് ഏതാണ്? അത് ഗൾഫ് ഓഫ് കച്ചാണ്. ഏറ്റവും വലിയ, ഇനി നാഷണൽ പാർക്ക് കഴിഞ്ഞു, ഇനി ചോദിക്കുന്നത് വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് അഥവാ വന്യജീവി സങ്കേതങ്ങളെ പറ്റിയിട്ടായിരിക്കും. ഇന്ത്യയിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം എവിടെ സ്ഥിതി ചെയ്യുന്നു? അത് റാൻ ഓഫ് കച്ചിൽ സ്ഥിതി ചെയ്യുന്നു. നമുക്കറിയാം, പണ്ട് കച്ചിലും ഫുച്ചിലുമാണ് എന്തുണ്ടായത്? ഭൂകമ്പവും സുനാമിയൊക്കെ ഉണ്ടായത്. അത് ഗുജറാത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ റാൻ ഓഫ് കച്ചിലാണ്, ഗുജറാത്തിലാണ് റാൻ ഓഫ് കച്ച്. ഇതാണ് ഏറ്റവും വലിയ വന്യജീവി സങ്കേതം. മറങ്ങരുത്. അതുപോലെ തന്നെ തിരിഞ്ഞും പോകരുത്. നാഷണൽ പാർക്കും വന്യജീവി സങ്കേതവും തമ്മിൽ തിരിഞ്ഞു പോകരുത്. അടുത്തത് ഏറ്റവും ചെറിയ വന്യജീവി സങ്കേതം. നിങ്ങൾക്കറിയാം, നമ്മൾ ടൂറിനൊക്കെ പോകുന്ന സമയത്ത്, ചെറിയ വന്യജീവി സങ്കേതത്തിലൊക്കെ പോകുന്ന സമയത്ത് ഇത്തിരി കാഴ്ചകൾ മാത്രമേ കാണത്തുള്ളൂ. അപ്പം നമ്മളെ ബോറടിപ്പിക്കും. അപ്പോൾ ഈ ഏറ്റവും ചെറിയ വന്യജീവി സങ്കേതത്തിന് എവിടെയാണ്? ബോർ ടൈഗർ സർവേ ആണ്. അപ്പോൾ എന്താണ്? ബോർ ടൈഗർ റിസർവ് ആണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. ഇത് എത്രയും ക്ലിയർ ആയല്ലോ. ഏറ്റവും വലുത് ഹെമിസ് ആണ്. ഏറ്റവും ചെറിയ നാഷണൽ പാർക്ക് സൗത്ത് ബട്ടൺ ആൻഡമാൻ നിക്കോബാർ ആണ്. ഇനി ആദ്യത്തെ മറൈൻ നാഷണൽ പാർക്ക് ചോദിച്ചാൽ ഗൾഫ് ഓഫ് കച്ച് ആണ്. ഏറ്റവും വലിയ വന്യജീവി സങ്കേതം വൈൽഡ് ലൈഫ് സാങ്ച്വറി റാൻ ഓഫ് കച്ച് ഗുജറാത്തിലാണ്. ഏറ്റവും ചെറിയ വന്യജീവി സങ്കേതം ബോറാണ്. അത് ബോർ ടൈഗർ റിസർവ് ആണ്. അത് മഹാരാഷ്ട്രയിലാണ് സ്ഥിതി ചെയ്യുന്നത്.
ഇനി ചോദിക്കുന്ന സ്ഥിരം PSC ചോദിക്കാറുള്ള ചില നാഷണൽ പാർക്ക് അവ സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിക്കും. ഒന്നാമത്തത് കാഞ്ചൻജംഗ നാഷണൽ പാർക്ക്. കാഞ്ചൻജംഗ നാഷണൽ പാർക്ക് നമുക്കറിയാം, കാഞ്ചൻജംഗ എന്ന് പറയുന്ന ആ ഒരു പർവ്വതം സ്ഥിതി ചെയ്യുന്നത് സിക്കിമിലാണ്. സോ സിക്കിമിലെ ഗാംഗ്ടോക്ക് നഗരത്തിലാണ്, ഗാംഗ്ടോക്ക് പ്രദേശത്താണ് കാഞ്ചൻജംഗ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ കാഞ്ചൻജംഗ നാഷണൽ പാർക്ക് എവിടെ സ്ഥിതി ചെയ്യുന്നു? സിക്കിമിലെ ഗാംഗ്ടോക്കിലാണ്. ഇനി മനാസ് കടുവ സങ്കേതം മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, PSC ഒത്തിരി പ്രാവശ്യം ആവർത്തിച്ചിട്ടുള്ളതാണ്. മനാസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആ പേര് തന്നെയുണ്ട്, മനാസ് ആസാമില്. അങ്ങനെ പഠിച്ചാൽ മനാസ് കടുവ സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ആസാമിലാണ്. ദെൻ സുന്ദർബൻസ് വന്യജീവി സംരക്ഷണ കേന്ദ്രം. നമുക്കറിയാം ഡെൽറ്റ പ്രദേശം ഏറ്റവും കൂടുതലുള്ള ഇന്ത്യയിലെ പ്രദേശമാണ് സുന്ദർബൻസ്. ഈ സുന്ദർബൻസിലാണ് എന്ത് കാണപ്പെടുന്നത്? ഏറ്റവും കൂടുതൽ പിന്നെ പൊങ്ങൽക്കാടുകൾ കാണപ്പെടുന്നത്. അപ്പോൾ സുന്ദർബൻസ് വന്യജീവി സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പശ്ചിമ ബംഗാളിലാണ്. എവിടെയാണ്? പശ്ചിമ ബംഗാളില്. സുന്ദർബൻസ് വന്യജീവി സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പശ്ചിമ ബംഗാളിലാണ്. ഇനി രാജീവ് ഗാന്ധി സുവോളജിക്കൽ പാർക്ക് ഉണ്ട്. ഇത് റിലേറ്റ് ചെയ്തിട്ട് PSC ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. രാജീവ് ഗാന്ധി സുവോളജിക്കൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെ? അത് മഹാരാഷ്ട്രയിലെ പൂനെയിലാണ് സ്ഥിതി ചെയ്യുന്നത്. രാജീവ് ഗാന്ധി സുവോളജിക്കൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പൂനെയിലാണ്. ഇനി മഹാത്മാഗാന്ധി മറൈൻ നാഷണൽ പാർക്ക് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മഹാത്മാഗാന്ധി മറൈൻ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്, മറൈൻ നാഷണൽ പാർക്കാണ്, അത് ആൻഡമാൻ ദ്വീപിലാണ്. വണ്ടൂർ എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ മഹാത്മാഗാന്ധി മറൈൻ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് വണ്ടൂരിലാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ ഒന്നും നോക്കണ്ട, ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം പറഞ്ഞു. കാഞ്ചൻജംഗ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്, കാഞ്ചൻജംഗ വലിയ പർവ്വതമാണ്, അത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? സിക്കിമിലെ ഗാംഗ്ടോക്കിലാണ്. ഇനി മനാസ് കടുവ സങ്കേതം, മനാസ് വെച്ചിട്ട് നമ്മൾ പറഞ്ഞു ആസാമിലാണ്. സുന്ദർബൻസ് ഡെൽറ്റ കാണപ്പെടുന്നത് പശ്ചിമ ബംഗാളിലാണ്. രാജീവ് ഗാന്ധി സുവോളജിക്കൽ പാർക്ക് എവിടെയാണ്? പൂനെയിലാണ്. മഹാത്മാഗാന്ധി മറൈൻ നാഷണൽ പാർക്ക് ആണെങ്കിലോ അത് വണ്ടൂരിലാണ്. അത് വണ്ടൂർ എവിടെയാണ്? ആൻഡമാൻ ദ്വീപുകളിലാണ്. ഇനി ഇത് റിലേറ്റ് ചെയ്ത് ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, ദേശീയോദ്യാനം ഇല്ലാത്ത സംസ്ഥാനം ഏത്? അപ്പോൾ ഇന്ത്യയിൽ ദേശീയോദ്യാനം ഇല്ലാത്ത ഒരേ ഒരു സംസ്ഥാനം മാത്രമേ ഉള്ളൂ, അത് പഞ്ചാബാണ്. ഇന്ത്യയിൽ നാഷണൽ പാർക്ക് ഇല്ലാത്ത സംസ്ഥാനം ഏതാണ്? പഞ്ചാബാണ്. ഇന്ത്യയിൽ സിംഹങ്ങൾ കാണപ്പെടുന്ന ദേശീയോദ്യാനം ഏതാണ്? ഗർ എന്നറിയപ്പെടുന്ന ഗിർ നാഷണൽ പാർക്കാണ്. ഇന്ത്യയിൽ സിംഹങ്ങൾ കാണപ്പെടുന്ന ദേശീയോദ്യാനം ഏതാണ്? ഗിർ നാഷണൽ പാർക്കാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള സംസ്ഥാനം ഏതാണ്? അത് മധ്യപ്രദേശാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള കേന്ദ്ര ഭരണ പ്രദേശം ചോദിച്ചാൽ അത് ആൻഡമാൻ നിക്കോബാർ ആണ്. അപ്പം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനമുള്ള സംസ്ഥാനം മധ്യപ്രദേശാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള കേന്ദ്ര ഭരണ പ്രദേശം ആൻഡമാൻ നിക്കോബാർ ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് ഏതാണ്? അത് ജിം കോർബറ്റ് നാഷണൽ പാർക്കാണ്. ഉത്തരാഖണ്ഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഉത്തരാഖണ്ഡിൽ സ്ഥിതി ചെയ്യുന്ന ജിം കോർബറ്റ് നാഷണൽ പാർക്കാണ് ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ പാർക്ക്. ഓക്കെ, ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് ഏതാണ്? ജിം കോർബറ്റ് നാഷണൽ പാർക്കാണ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് ചോദിച്ചാൽ ജിം കോർബറ്റ് നാഷണൽ പാർക്കാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ നാഷണൽ പാർക്ക് ചോദിച്ചാൽ ഹെമിസ് നാഷണൽ പാർക്കാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ നാഷണൽ പാർക്ക് റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ ഒത്തിരി ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. ഇത്തരത്തിലാണ് ഇനിയുള്ള 10 ക്വസ്റ്റ്യൻസും നമ്മൾ പഠിക്കാൻ പോകുന്നത്. പാർലമെന്റിന്റെ അധോസഭ ഏതാണ്? അധമമ്മ ഭരിക്കുന്ന അധോസഭ, അങ്ങനെ ഓർമ്മിച്ചിരിക്കുക. അപ്പോൾ അധോസഭ എവിടെയാണ്? അത് സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ ബി ആണ്, ലോക്സഭയിലാണ്. പാർലമെന്റിന്റെ അധോസഭയാണ് ലോക്സഭ. അപ്പോൾ പാർലമെന്റ് എന്ന് പറഞ്ഞാൽ ആരൊക്കെ ചേർന്നിട്ടുള്ളതാണ്? പാർലമെന്റ് എന്നാൽ ലോക്സഭയും രാജ്യസഭയും പ്രസിഡന്റും കൂടി ചേർന്നിട്ടുള്ളതാണ് പാർലമെന്റ്. അങ്ങനെയാണെങ്കിൽ പാർലമെന്റിന്റെ അധോസഭ ലോക്സഭ, പാർലമെന്റിന്റെ ഉപരിസഭയാണ് ഏത്? രാജ്യസഭ.
ഇനി ലോക്സഭയിൽ നമുക്കറിയാം ഒരുപാട് സെഷൻസ് നടക്കാറുണ്ട്. ഇങ്ങനെ ലോക്സഭ ആരംഭിച്ചാൽ ആദ്യം നടക്കുന്ന സെഷന്റെ പേര് ക്വസ്റ്റ്യൻ അവർ എന്നാണ്. ലോക്സഭ ആരംഭിച്ചാൽ ആദ്യത്തെ സെഷന്റെ പേരെന്താണ്? ക്വസ്റ്റ്യൻ അവർ എന്നാണ്. ഇനി നമ്മുടെ ലോക്സഭയിലും രാജ്യസഭയിലും അംഗമായ ആദ്യത്തെ മലയാളി വനിതയാണ് അമ്മു സ്വാമിനാഥൻ. അപ്പോൾ ലോക്സഭയിലും രാജ്യസഭയിലും അംഗമായ ആദ്യ മലയാളി വനിത ആരാണ്? അത് അമ്മു സ്വാമിനാഥനാണ്. ലോക്സഭാ സെക്രട്ടേറിയറ്റിന്റെ നിയന്ത്രണാധികാരി ആരാണ്? അതായത് ലോക്സഭാ സെക്രട്ടേറിയറ്റ് ഭരിക്കുന്നത്, കൺട്രോൾ ചെയ്യുന്നതൊക്കെ ആരാണ്? അത് ലോക്സഭാ സ്പീക്കറാണ്. ഇനി സ്ഥിരം ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ലോക്സഭയുടെ പരവതാനിയുടെ നിറം എന്താണ്? ലോക്സഭ നമുക്കറിയാം ജനങ്ങൾക്കുള്ളതാണ്. അപ്പോൾ ജനങ്ങളാണ് ഏറ്റവും കൂടുതലുള്ളത്. അപ്പോൾ നമുക്കറിയാം സസ്യജാലങ്ങളല്ലേ ഏറ്റവും കൂടുതലുള്ളത്. അപ്പോൾ സസ്യജാലങ്ങളുടെ കളർ പച്ച കളറാണ്. അപ്പോൾ അത് വെച്ചിട്ട് ലോക്സഭയുടെ പരവതാനിയുടെ നിറം എന്താണ്? പച്ച നിറമാണ്. ലോക്സഭയുടെ സെക്രട്ടറി ജനറലായ ആദ്യ വ്യക്തി ആരാണ്? നമുക്കറിയാം ലോക്സഭയ്ക്ക് ഒരു സെക്രട്ടറി ജനറൽ ഉണ്ട്. ലോക്സഭയുടെ സെക്രട്ടറി ജനറലായ ആദ്യത്തെ വ്യക്തിയാണ് എം.എൻ. കൗള്. ലോക്സഭയുടെ ആദ്യത്തെ സെക്രട്ടറി ജനറലായ വ്യക്തി ആരാണ്? എം.എൻ. കൗളാണ്. ഇനി നമ്മൾ പറഞ്ഞു പാർലമെന്റിന്റെ അധോസഭയാണ് ഏത്? ലോക്സഭ. പാർലമെന്റിന്റെ ഉപരിസഭയാണ് രാജ്യസഭ. രാജ്യസഭയിലും ഒരു പരവതാനി ഇട്ടിട്ടുണ്ട്. ഈ പരവതാനിയുടെ നിറം എന്ത് നിറമാണ്? ചുവപ്പ് നിറമാണ്. അതായത് ചുവപ്പ് കുറച്ച് VIP ഒക്കെ കൊടുക്കുന്ന നിറമാണെന്ന് ആലോചിച്ചാൽ രാജ്യസഭയിൽ കുറച്ച് VIPകളാണ് ഇരിക്കുന്നത്. സോ രാജ്യസഭയുടെ പരവതാനിയുടെ നിറം എന്താണ്? ചുവപ്പാണ്. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ വനിത ആരാണ്? രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ വനിതയാണ് രുക്മിണി ദേവി അരുണ്ടേല്. ആരാണ്? എന്താണ്? രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ വനിതയാണ് ആര്? രുക്മിണി ദേവി അരുണ്ടേല്. രാജ്യസഭയുടെ സെക്രട്ടറി ജനറലായ ആദ്യത്തെ വ്യക്തി ആരാണ്? ലോക്സഭയുടെ സെക്രട്ടറി ജനറലായ ആദ്യത്തെ വ്യക്തി എം.എൻ. കൗളാണ്. ഇനി രാജ്യസഭയുടെ സെക്രട്ടറി ജനറലായ ആദ്യ വ്യക്തിയാണ് എസ്.എൻ. മുഖർജി. ആരാണ്? എസ്.എൻ. മുഖർജി. അടുത്ത ചോദ്യം, ലോക്സഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെടുന്നവരുടെ എണ്ണം എത്രയാണ്? ലോക്സഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെടുന്നവരുടെ എണ്ണം എത്രയാണ്? എത്ര പേരാണ് ലോക്സഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെടുന്നത്? എത്ര പേരാണ് നാമനിർദ്ദേശം ചെയ്യപ്പെടുന്നത്? രാജ്യസഭയുടെ കേസാണെങ്കിൽ രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യപ്പെടുന്നവരുടെ എണ്ണം 12 മുന്നേ 14 ഭരണഘടനാ ഭേദഗതിയിലൂടെ ആംഗ്ലോ ഇന്ത്യൻസിനെ എന്ത് ചെയ്തു? എടുത്ത് കട്ട് ചെയ്ത് കളഞ്ഞു. സോ രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യപ്പെടുന്നവരുടെ എണ്ണം 12. കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാ അംഗങ്ങൾ ആരൊക്കെ? കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാ അംഗങ്ങൾ ആരൊക്കെയാണ്? ആരൊക്കെ എന്നല്ല, എത്ര പേരാണ്? എത്ര പേരാണ്? വളരെ ബേസിക് ആയിട്ടുള്ള ഫാക്ട്സ് ആണ്. ആരൊക്കെ? എത്ര പേരാണ്? അത് 9 പേരാണ്. കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാ അംഗങ്ങൾ 9 പേരാണ്. ഇനി കേരളത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടുന്ന ലോക്സഭാംഗങ്ങളുടെ എണ്ണം എത്രയാണ്? കേരളത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടുന്ന ലോക്സഭാ അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? 20 എണ്ണമാണ് ഉള്ളത്. എത്രയുണ്ട്? 20 എണ്ണമാണ് ഉള്ളത്. ഭരണഘടനയുടെ 80-ാം വകുപ്പ് അനുസരിച്ചിട്ടാണ് രാജ്യസഭ രൂപീകൃതമായത്. 1952 ഏപ്രിൽ 3-നാണ് രാജ്യസഭ രൂപീകൃതമായത്. അപ്പോൾ ഭരണഘടനയുടെ എത്രാം വകുപ്പ് അനുസരിച്ചിട്ടാണ് രാജ്യസഭ രൂപീകൃതമായത്? 1952 ഏപ്രിൽ 3-ന് 80-ാം വകുപ്പ് അനുസരിച്ചിട്ടാണ്. 80-ാം വകുപ്പ് അനുസരിച്ചിട്ടാണ് രാജ്യസഭ രൂപീകൃതമായത്. അടുത്തത്, എന്താണ്? രാജ്യസഭയ്ക്ക് പ്രത്യേക കാലാവധി ഇല്ല. രാജ്യസഭയ്ക്ക് ഇത്ര വർഷം എന്നുള്ളൊരു കാലാവധി ഇല്ല. രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്. രാജ്യസഭ ഒരിക്കലും പിരിച്ചു വിടാറുമില്ല. പക്ഷേ രാജ്യസഭ അംഗത്തിന് കാലാവധിയുണ്ട്. 6 വർഷമാണ് രാജ്യസഭ അംഗത്തിൻ്റെ കാലാവധി. അപ്പോൾ രാജ്യസഭ അംഗത്തിൻ്റെ കാലാവധി എത്രയാണെന്ന് ചോദിച്ചാൽ എത്ര വർഷമാണ്? 6 വർഷമാണ് രാജ്യസഭ അംഗത്തിൻ്റെ കാലാവധി. എന്നാൽ ലോക്സഭ അംഗത്തിൻ്റെ കാലാവധി എത്ര വർഷമാണ്? ബിഗിനേഴ്സിനൊക്കെ തിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. 5 വർഷമാണ്.
രാജ്യസഭയുടെ പരമാവധി അംഗസംഖ്യ എത്രയാണ്? രാജ്യസഭയുടെ പരമാവധി അംഗസംഖ്യ എത്രയാണ്? ആൻസർ 250 ആണ്. രാജ്യസഭയുടെ പരമാവധി അംഗസംഖ്യ എത്രയാണ്? 250 ആണ്. രാജ്യസഭ അംഗമാക്കുന്നതിനുള്ള കുറഞ്ഞ വയസ്സ് എത്രയാണ്? രാജ്യസഭ അംഗമാകുന്നതിനുള്ള ഏറ്റവും കുറഞ്ഞ വയസ്സ് 30 വയസ്സാണ്. രാജ്യസഭ അംഗമാകാനായിട്ട് 30 വയസ്സ് വേണം. ഭരണഘടനയുടെ 81 വകുപ്പ് അനുസരിച്ചിട്ടാണ് ലോക്സഭ രൂപീകരിച്ചിരിക്കുന്നത്. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുകയാണ് ലോക്സഭയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതാണ്? ലോക്സഭയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 81. രാജ്യസഭയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതാണ്? 80 ആണ്. അപ്പോൾ 2 ആർട്ടിക്കിൾസും നമ്മൾ പഠിച്ചു. ആർട്ടിക്കിൾ റിലേറ്റഡ് ടു രാജ്യസഭ 80 ആണ്. ഭരണഘടനയിലെ 81 ആർട്ടിക്കിളിലാണ് ലോക്സഭയെ പറ്റി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ലോക്സഭയും രാജ്യസഭയും നിങ്ങൾ പഠിക്കുന്ന സമയത്ത് കമ്പയർ ചെയ്ത് പഠിക്കുക. അങ്ങനെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യത്തില്ല, കൺഫ്യൂഷനും വരത്തില്ല. അത് മാത്രമല്ല ഡൗട്ട്സും വരത്തില്ല. ഓക്കെ, അടുത്ത ചോദ്യം. ഇന്ത്യയിൽ ആദ്യമായി സാമുദായിക സംവരണം ഏർപ്പെടുത്തിയ ഭരണപരിഷ്കരണം ഏതാണ്? അതെന്താണ്? അത് നമ്മുടെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അത് മാത്രമല്ല ഇത് നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അതിൻ്റെ ആൻസർ ചെയ്യാവുന്നതാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് സാമുദായിക സംവരണം നടപ്പിലാക്കിയത് ഭരണപരിഷ്കരണം ഏതാണ്? ഏത് ഭരണപരിഷ്കരണമാണ്? മിന്റോ മോർലി ഭരണപരിഷ്കരണമാണ്. 1909 ഏത് പാസ്സാക്കിയത്? മിന്റോ മോർലി ഭരണപരിഷ്കരണം പാസ്സാക്കിയത്. ഈ നിയമം വഴി വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ ഒരു ഇന്ത്യക്കാരനെയും ഇന്ത്യൻ കൗൺസിലിൽ 2 ഇന്ത്യക്കാരെയും നിയമിക്കപ്പെട്ടു. അപ്പോൾ 1909 ഇന്ത്യയിൽ ആദ്യമായിട്ട് സാമുദായിക സംവരണം ഏർപ്പെടുത്തിയ ഭരണപരിഷ്കരണമാണ് ഏത്? മിന്റോ മോർലി ഭരണപരിഷ്കരണം. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ ദ്വിഭരണം നടപ്പിലാക്കിയത്. ഇത് നമുക്ക് തിരിഞ്ഞു പോകുന്ന സംഗതികളാണ്. അപ്പോൾ ഒന്നാമതായിട്ട് ഇന്ത്യയിൽ ആദ്യമായിട്ട് സാമുദായിക സംവരണം ഏർപ്പെടുത്തിയത് നമ്മൾ ഇപ്പറഞ്ഞ മിന്റോ മോർലി ഭരണപരിഷ്കരണമാണ്. അത് 1909 പാസ്സാക്കിയത്. ഇനി 1919 ഒരു ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് കൊണ്ടുവന്നു. ഇതാണ് മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കരണം എന്നറിയപ്പെടുന്നത്. ഇതിലൂടെയാണ് ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ ദ്വിഭരണം ഏർപ്പെടുത്തിയത്. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ ദ്വിഭരണം നടപ്പിലാക്കിയത് ഏത് ഭരണപരിഷ്കരണത്തിലൂടെയാണ്? 1919 മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കരണത്തിലൂടെയാണ്. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് 1919 ഒരു നിയമം ഇറക്കി അവർ. ആ നിയമത്തിൻ്റെ പേരാണ് റൗലറ്റ് നിയമം. ഈ റൗലറ്റ് നിയമം കരി നിയമം എന്നാണ് അറിയപ്പെട്ടത്. ഇനി 1935 അടുത്ത ഒരു നിയമം വന്നത്. അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്നാണ് അറിയപ്പെടുന്നത്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935. അതായത് ഇന്ത്യൻ ഭരണഘടന ഏറ്റവും അധികം കടപ്പെട്ടിരിക്കുന്ന നിയമമാണ് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. അതായത് ഇന്ത്യക്കായിട്ടൊരു ഭരണഘടന വേണം എന്നുള്ള രീതിയിലാണ് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് നിലവിൽ വന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മറന്നുകൂടാത്ത 2 പോയിന്റ്സുകളാണ്. ഒന്ന്, ഇന്ത്യയിൽ ആദ്യമായിട്ട് സാമുദായിക സംവരണം ഏർപ്പെടുത്തിയ ഭരണപരിഷ്കരണം മിന്റോ മോർലി. ഇനി ബ്രിട്ടീഷ് പ്രവിശ്യകളിൽ ദ്വിഭരണം നടപ്പിലാക്കിയത് മൊണ്ടേഗു ചെംസ്ഫോർഡ്. തിരിഞ്ഞു പോകരുത്. അടുത്ത ചോദ്യം, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം മുംബൈ ആണ്. മുംബൈ. അതായത് ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനമാണ് ഏത്? മുംബൈ. ഒരുവിധപ്പെട്ട ബാങ്കുകളുടെ എല്ലാം ആസ്ഥാനം വരുന്നത് മുംബൈ ആണ്. അപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനവും മുംബൈ ആണ്. പ്രധാനപ്പെട്ട പോയിന്റാണ്. ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനം ചോദിച്ചാൽ അത് മുംബൈ ആണ്. ഓക്കെ, അപ്പോൾ റിസർവ് ബാങ്ക് സ്ഥാപിതമായത് എന്നാണ്? 1935 ഏപ്രിൽ 1 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായത്. ഈ റിസർവ് ബാങ്കിന്റെ ആദ്യത്തെ ഗവർണറായത് സർ ഓസ്ബോൺ സ്മിത്ത് ആണ്. മറക്കരുത്, സർ ഓസ്ബോൺ സ്മിത്ത് ആണ് റിസർവ് ബാങ്കിന്റെ ആദ്യത്തെ ഗവർണറായത്. റിസർവ് ബാങ്കിലെ ഇന്ത്യക്കാരനായ ആദ്യ ഗവർണറാണ് CD ദേശ്മുഖ്.
റിസർവ് ബാങ്കിലെ ഇന്ത്യക്കാരനായ ആദ്യത്തെ ഗവർണർ ആരാണ്? CD ദേശ്മുഖ് ആണ്. അപ്പോൾ റിസർവ് ബാങ്ക് സ്ഥാപിതമായത് 1935 ഏപ്രിൽ 1 റിസർവ് ബാങ്കിന്റെ ആദ്യത്തെ ഗവർണർ ഓസ്ബോൺ സ്മിത്ത് ആണ്. റിസർവ് ബാങ്കിലെ ഇന്ത്യക്കാരനായ ആദ്യത്തെ ഗവർണർ CD ദേശ്മുഖ് ആണ്. ആരാണ്? CD ദേശ്മുഖ് ആണ്. ഇനി ഇപ്പോഴത്തെ റിസർവ് ബാങ്ക് ഗവർണർ ചോദിക്കുകയാണെങ്കിൽ ശക്തികാന്ത് ദാസ് ആണ്. ശക്തികാന്ത് ദാസ് 25ാമത്തെ റിസർവ് ബാങ്ക് ഗവർണറാണ്. അപ്പോൾ ഇപ്പോഴത്തെ റിസർവ് ബാങ്ക് ഗവർണർ ആരാണ്? ശക്തികാന്ത് ദാസ് ആണ്. അദ്ദേഹം 25ാമത്തെ റിസർവ് ബാങ്ക് ഗവർണറാണ്. റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ മുംബൈയിലെ നരിമാൻ പോയിന്റിലാണ്. മുംബൈയിലുള്ള നരിമാൻ പോയിന്റിലാണ് റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം. ഇന്ത്യയിൽ ആദ്യമായിട്ട് ദേശസാൽക്കരിക്കപ്പെട്ട നാഷണലൈസ്ഡ് ബാങ്ക് ആയത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ദേശസാൽക്കരിച്ച വർഷം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. 1949 ജനുവരി 1 ഏത് റിസർവ് ബാങ്ക് ദേശസാൽക്കരിച്ചത്? 1949 ജനുവരി 1 റിസർവ് ബാങ്ക് ദേശസാൽക്കരിച്ചത്. ഇനി ഇന്ത്യയിൽ ബാങ്കുകളുടെ ബാങ്ക് എന്നാണ് റിസർവ് ബാങ്ക് അറിയപ്പെടുന്നത്. അതായത് ബാങ്കുകളെ മൊത്തത്തിൽ കൺട്രോൾ ചെയ്യാനുള്ള പവർ ആർക്കുണ്ട്? റിസർവ് ബാങ്കിനുണ്ട്. സോ ഇന്ത്യയുടെ ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത് റിസർവ് ബാങ്ക് ആണ്. IMFൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത് ആരാണ്? റിസർവ് ബാങ്ക് ആണ്. എന്താണ് IMF? ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്. നമുക്കറിയാം IMF ഉണ്ട്, ലോകബാങ്കും ഉണ്ട്. ഈ IMFൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത് ആരാണ്? റിസർവ് ബാങ്ക് ആണ്. ഇനി റിസർവ് ബാങ്കിന് ഒരു ചിഹ്നമുണ്ട്. ആ ചിഹ്നത്തിലുള്ളത് എന്തൊക്കെയാണെന്ന് ചോദിക്കും. ചിഹ്നത്തിൽ ഒരു കടുവയുണ്ട്, പിന്നെ എണ്ണപ്പനയാണ് അതിനകത്ത് കാണപ്പെടുന്ന വൃക്ഷം. അപ്പം റിസർവ് ബാങ്കിന്റെ ചിഹ്നത്തിലുള്ള മൃഗം കടുവ, വൃക്ഷം എണ്ണപ്പനയാണ്. അടുത്തത്, ഇന്ത്യയിലെ 1 രൂപ നോട്ടുകൾ ഒഴികെയുള്ള നോട്ടുകൾ പുറത്തിറക്കുന്നത് റിസർവ് ബാങ്ക് ആണ്. റിസർവ് ബാങ്ക് ആണ് ഇന്ത്യയുടെ 1 രൂപ നോട്ടുകൾ ഒഴികെയുള്ള നോട്ടുകൾ പുറത്തിറക്കുന്നത്. 1 രൂപ നോട്ട് ഒഴികെയുള്ള ഇന്ത്യൻ കറൻസികളിൽ ഒപ്പിടുന്നത് റിസർവ് ബാങ്ക് ഗവർണറാണ്. അപ്പോൾ 1 രൂപ നോട്ട് പുറത്തിറക്കുന്നത് ആരാണ്? കേന്ദ്ര ധനകാര്യ മന്ത്രാലയമാണ്. കേന്ദ്ര ധനകാര്യ സെക്രട്ടറിയാണ് 1 രൂപ നോട്ടിൽ ഒപ്പിടുന്നത്. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആണ്. ഇന്ത്യയിൽ 1 രൂപ നോട്ടുകൾ പുറത്തിറക്കുന്നത് ആരല്ല? അത് നമ്മുടെ റിസർവ് ബാങ്ക് അല്ല. ബാക്കിയുള്ള എല്ലാ നോട്ടുകളും പുറത്തിറക്കുന്നത് റിസർവ് ബാങ്ക് ആണ്. 1 രൂപ നോട്ടിൽ ഒപ്പിടുന്നത് കേന്ദ്ര ധനകാര്യ സെക്രട്ടറി ആണ്. കേന്ദ്ര ധനകാര്യ മന്ത്രാലയമാണ് 1 രൂപ നോട്ട് പുറത്തിറക്കുന്നത്. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം കൂറുമാറ്റ നിരോധന നിയമവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കൂറുമാറ്റ നിരോധന നിയമം അയോഗ്യതാ വ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്ന ഇന്ത്യൻ ഭരണഘടനാ ഷെഡ്യൂൾ അഥവാ പട്ടിക ഏതാണ്? കൂറുമാറ്റ നിരോധന നിയമത്തിനെ പറ്റി പറയുന്നത് ഏത് പട്ടികയിലാണ്? അത് 10ാം പട്ടികയിലാണ് പറയുന്നത്. മറക്കരുത്, 10ാം പട്ടികയിലാണ്. ഷെഡ്യൂൾ പഠിക്കാൻ ഞാൻ കോഡ് ഓൾറെഡി ക്ലാസ് ഇട്ടിട്ടുണ്ട്. ഇൻ കേസ് നിങ്ങൾ ഷെഡ്യൂൾ പഠിച്ചിട്ടില്ല എങ്കിൽ ആ കോഡ് യൂസ് ചെയ്തിട്ട് പഠിക്കാം. അതല്ല എങ്കിൽ നിങ്ങളുടെ കയ്യിൽ കോഡ് കാണും, അതുള്ള കോഡ് വെച്ച് പഠിക്കുക. കാരണം ഷെഡ്യൂളുകൾ തമ്മിൽ പരസ്പരം തെറ്റിപ്പോവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ കൂറുമാറ്റ നിരോധനം എന്ന് പറഞ്ഞാൽ, കൂറുമാറ്റം എന്ന് വെച്ചാൽ എന്താണ്? ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കെ പെട്ടെന്ന് എന്ത് ചെയ്യും? വേറൊരു രാഷ്ട്രീയ പാർട്ടിയിലോട്ട് അങ്ങ് കാലെടുത്ത് വയ്ക്കും. അതാണ് കൂറുമാറ്റ നിരോധനം എന്ന് പറയുന്നത്. ഈ കൂറുമാറ്റ നിരോധനം മൂലം ആദ്യമായിട്ട് അയോഗ്യനാക്കപ്പെട്ടത് ആരാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ലോക്സഭാ അംഗം ചോദിക്കുകയാണെങ്കിൽ 1988 മിസോറാമിലുണ്ടായിരുന്ന ലാൽ ദുഹോമോയാണ്. മറക്കരുത്, കൂറുമാറ്റ നിരോധനം മൂലം അയോഗ്യനാക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ ലോക്സഭാ അംഗമാണ് ലാൽ ദുഹോമോ. കൂറുമാറ്റ നിരോധന മൂലം ആദ്യം അയോഗ്യനാക്കപ്പെട്ട MLA ആണ് ആർ ബാലകൃഷ്ണപിള്ള. ആർ ബാലകൃഷ്ണപിള്ള അറിയത്തില്ലേ? നമ്മുടെ KB ഗണേഷ് കുമാറിന്റെ അച്ഛനാണ് ആർ ബാലകൃഷ്ണപിള്ള. കൂറുമാറ്റ നിരോധനം മൂലം ആദ്യം അയോഗ്യനാക്കപ്പെട്ട MLA ആണ് ആര്? ആർ ബാലകൃഷ്ണപിള്ള. ലോക്സഭാ അംഗമാരെന്ന് ചോദിക്കുവാണെങ്കിൽ അത് ലാൽ ദുഹോമോയാണ്. ലാൽ ദുഹോമോ. 1985 52ാം ഭേദഗതി നിയമപ്രകാരം ഉൾക്കൊള്ളിച്ചതാണ് കൂറുമാറ്റ നിരോധന നിയമം. അപ്പോൾ അത് പരീക്ഷയ്ക്ക് ഇതെല്ലാം ചോദിക്കാറുണ്ട്. കൂറുമാറ്റ നിരോധന നിയമം എത്രാം പട്ടികയിൽ? 10ാം പട്ടികയിൽ. ഏതാം ഭേദഗതി പ്രകാരമാണ്? 1985 52ാം ഭേദഗതി നിയമപ്രകാരമാണ്. ഇനി 1950 ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത്
395 വകുപ്പ്, 8 പട്ടിക, 22 ഭാഗമാണ് ഉണ്ടായിരുന്നത്. നിലവിൽ ഇന്ത്യൻ ഭരണഘടനയിൽ എത്രയുണ്ട്? 448 വകുപ്പുണ്ട്, 12 പട്ടികയുണ്ട്, 25 ഭാഗമുണ്ട്. അപ്പോൾ അത് നിങ്ങൾ പോയിന്റ് ചെയ്ത് പഠിക്കാനുള്ളതാണ്. നോട്ട്ബുക്കിൽ എവിടെയെങ്കിലും കുറിച്ചു വെച്ചാലും വളരെ ഉപയോഗപ്പെടുന്ന ഒരു പോയിന്റാണ്. എന്താണ്? 1950 ഭരണഘടന നിലവിൽ വരുന്നത്. ഈ സമയത്ത് 395 ആർട്ടിക്കിൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, 8 പട്ടിക മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, 22 ഭാഗം മാത്രമേ ഭരണഘടനയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിൽ 448 ആർട്ടിക്കിളുകളുണ്ട്, 12 പട്ടികകളുണ്ട്, 25 ഭാഗമുണ്ട്, 106 ഭേദഗതികളിലൂടെയാണ് ഇവയെല്ലാം നിലവിൽ വന്നതും. ഓക്കെ ആണല്ലോ. ഇനി ഓരോ പട്ടികയെ പറ്റി പറയാണ്. 1-ാം പട്ടികയിൽ ഇന്ത്യൻ യൂണിയന്റെ ഭാഗമായി സംസ്ഥാനങ്ങൾ, കേന്ദ്രഭരണ പ്രദേശങ്ങൾ എന്നിവയെക്കുറിച്ച് പരാമർശിക്കുന്നു. നമുക്കറിയാം, ഒരു രാജ്യത്തിനെ പറ്റി പറയുമ്പോൾ അതിൻ്റെ ആദ്യത്തെ പട്ടികയിൽ എന്തായാലും ആ യൂണിയനിൽ വരുന്ന സംസ്ഥാനങ്ങളെയും കേന്ദ്രഭരണ പ്രദേശങ്ങളെ കുറിച്ചൊക്കെ ആയിരിക്കും പറയുന്നത്. അടുത്തത് 2-ാം പട്ടികയിൽ പറയുന്നത് അതിനകത്തുള്ള പ്രധാനപ്പെട്ട ആൾക്കാരെ പറ്റിയാണ്. അതായത് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, ഗവർണർമാർ, മറ്റു ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്നിവയെ പറ്റിയാണ് പരാമർശിക്കുന്നത്. അതായത് അവിടെ പ്രധാനമന്ത്രിയെ പറ്റിയൊന്നും പറയുന്നില്ല, രാഷ്ട്രപതിയെയും ഉപരാഷ്ട്രപതിയെയും ഗവർണർമാരെയും മറ്റു ഭരണഘടനാ സ്ഥാപനങ്ങളെ പറ്റിയുമാണ് 2-ാം പട്ടികയിൽ പറയുന്നത്. ഇനി അവരെ നമ്മൾ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ അവരുടെ സത്യപ്രതിജ്ഞയെക്കുറിച്ച് പരാമർശിക്കുന്നതാണ് 3-ാം പട്ടിക. അപ്പോൾ 1-ാം പട്ടികയിൽ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും, 2-ാം പട്ടികയിൽ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, ഗവർണർ, ഭരണഘടനാ സ്ഥാപനങ്ങൾ, 3-ാം പട്ടികയിൽ അവരുടെ സത്യപ്രതിജ്ഞ, 4-ാം പട്ടികയിൽ ഓരോ സംസ്ഥാനത്തിനും കേന്ദ്രഭരണ പ്രദേശത്തിനുമുള്ള രാജ്യസഭാ സീറ്റുകളുടെ വിഭജനത്തിനെ കുറിച്ച് പരാമർശിക്കുന്നു. അപ്പം 4-ാം പട്ടികയിലാണ് രാജ്യസഭാ സീറ്റുകളുടെ വിഭജനത്തിനെ കുറിച്ചിട്ട് പരാമർശിക്കുന്നത്. ഇനി 5-ാം പട്ടികയിലാണെങ്കിലോ രാജ്യസഭ വിഭജിച്ചു, ഇനി ആർക്ക് കൊടുക്കണം? പട്ടികജാതി പട്ടികവർഗ പ്രദേശങ്ങളുടെ ഭരണവും നിയന്ത്രണവും. പട്ടികജാതി പട്ടികവർഗ പ്രദേശങ്ങളുടെ ഭരണവും നിയന്ത്രണവും പറയുന്നതാണ് 5-ാം പട്ടികയിൽ. ഇനി 6-ാം പട്ടികയുണ്ട്. നിങ്ങൾക്കറിയാം, ഗോത്രപ്രദേശങ്ങളുടെ ഭരണമുള്ളതാണ് ആസാം, മേഘാലയ, ത്രിപുര, മിസോറാം. ഈ ആസാം, മേഘാലയ, ത്രിപുര, മിസോറാം ഈ സംസ്ഥാനങ്ങളിലെ ഗോത്രവർഗ പ്രദേശങ്ങളുടെ ഭരണം സംബന്ധിച്ചിട്ടുള്ളതാണ് 6-ാം പട്ടികയിൽ. ഇനി 7-ാം പട്ടിക വളരെ ഫേമസ് ആയിട്ടുള്ളതാണ്. നമുക്ക് കുറച്ച് ലിസ്റ്റുകളുണ്ട്. 7-ാം പട്ടികയിലാണ് യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് എന്നിവ പറ്റിയിട്ടും അവ ഏതൊക്കെയാണെന്നും പറയുന്നത്. എവിടെയാണ്? 7-ാം പട്ടികയിൽ. ഇനി 8-ാം പട്ടിക ഒത്തിരി പ്രാവശ്യം PSC ചോദിച്ചിട്ടുള്ളതാണ്. ഭരണഘടന അംഗീകരിച്ച ഭാഷകൾ മൊത്തം എത്ര ഉണ്ട്? 22 ഉണ്ട്. ഈ 22 ഔദ്യോഗിക ഭാഷകളെ പറ്റി പറയുന്ന പട്ടികയാണ് 8-ാം പട്ടിക. അടുത്തത് 9-ാം പട്ടിക ഭൂപരിഷ്കരണ നിയമങ്ങളെ കുറിച്ചാണ് പരാമർശിക്കുന്നത്. 10-ാം പട്ടിക നമ്മൾ പറഞ്ഞു, കൂറുമാറ്റ നിരോധന നിയമത്തെ പറ്റി പറയുന്നു. 11-ാം പട്ടിക പഞ്ചായത്തുകളുടെ അധികാരങ്ങളും ഉത്തരവാദിത്തങ്ങളെയും പറ്റി പറയുന്നു. 12-ാം പട്ടികയിൽ പഞ്ചായത്ത് കഴിഞ്ഞാൽ പിന്നെ ആരാണ്? സിറ്റിയാണ്. നഗരപാലിക നിയമങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അപ്പം ഇത് വളരെ പെട്ടെന്നാണ് ഞാൻ പറഞ്ഞു പോയത്. നിങ്ങൾ പഠിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ നമ്മുടെ പിന്നെ ഇതിൻ്റെ കോഡ് കിടപ്പുണ്ട്. ആ കോഡ് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പെട്ടെന്ന് പട്ടിക പഠിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയിൽ ആദ്യമായിട്ട് പഞ്ചായത്ത് രാജ് സംവിധാനം നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ആദ്യമായിട്ട് പഞ്ചായത്ത് രാജ് സംവിധാനം നടപ്പിലാക്കിയത് ഏത് സംസ്ഥാനമാണ്? അത് രാജസ്ഥാനാണ്. രാജസ്ഥാനിലാണ് ആദ്യമായിട്ട് പഞ്ചായത്തി രാജ് സംവിധാനം കൊണ്ടുവന്നത്. പഞ്ചായത്തി രാജ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാണ്? അത് നമ്മുടെ ജവഹർലാൽ നെഹ്റു ആണ് പഞ്ചായത്തി രാജ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത്. പഞ്ചായത്ത് രാജ് സംവിധാനം നടപ്പിലാക്കിയത് രാജസ്ഥാനാണ്. പഞ്ചായത്തി രാജിനെ കുറിച്ച് പഠിച്ച കമ്മീഷൻ ഏതെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കും. അതായത് പഞ്ചായത്തി രാജിന്റെ ത്രിതല പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, ഇങ്ങനെ ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിനെ കുറിച്ച് പഠിച്ച കമ്മീഷനാണ് ബൽവന്ത് റായ് മേത്ത കമ്മീഷൻ. തിരിച്ചും ചോദിക്കും, ത്രിതല പഞ്ചായത്ത് സംവിധാനം മുന്നോട്ട് വെച്ച കമ്മീഷൻ ഏത്? ബൽവന്ത് റായ് മേത്ത കമ്മീഷനാണ്. ക്ലിയർ ആയല്ലോ? ഇനി ഇന്ത്യയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് റിപ്പൺ പ്രഭുവാണ്. ഇന്ത്യയിൽ
തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് ആരാണ്? റിപ്പൺ പ്രഭു ആണ്. ഇനി നമ്മൾ ബൽവന്ത് റായ് മേത്ത കമ്മീഷനെ പറ്റിയിട്ട് പറഞ്ഞു. അത് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ത്രിതല പഞ്ചായത്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതുപോലെ പഞ്ചായത്തി രാജ് മേഖലയുമായി ബന്ധപ്പെട്ട മറ്റൊരു കമ്മീഷനാണ് അശോക് മേത്ത കമ്മീഷൻ. പരീക്ഷയ്ക്ക് ചോദിക്കും, അശോക് മേത്ത കമ്മീഷൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പഞ്ചായത്തി രാജുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഏപ്രിൽ 24 ദേശീയ പഞ്ചായത്തി രാജ് ദിനമായി ആചരിക്കുന്നു. നമുക്കറിയാം പട്ടിക 11 പഞ്ചായത്തി രാജിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അത് പ്രകാരം അത് ഏത് പഞ്ചായത്തി രാജ് സിസ്റ്റം നിലവിൽ വന്നത് ഏപ്രിൽ 24 ആയതുകൊണ്ട് ഏപ്രിൽ 24 ദേശീയ പഞ്ചായത്തി രാജ് ദിനമായിട്ടാണ് ആചരിക്കുന്നത്. 73ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഭരണഘടനയുടെ 11ാം പട്ടികയിലാണ് പഞ്ചായത്തി രാജിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ 11ാം പട്ടിക നമ്മുടെ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് ഉണ്ടായിരുന്നതല്ല. അപ്പോൾ അത് പിന്നീട് ഉൾപ്പെടുത്തിയതാണ്. 73ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ 1993 ഏത് നിലവിൽ വരുന്നത്? നമ്മുടെ പഞ്ചായത്തി രാജും. അതുപോലെ 74ാം ഭേദഗതി പ്രകാരമാണ് 12ാം പട്ടികയിൽ മുനിസിപ്പൽ നിയമം, നഗരപാലിക നിയമം ഉൾപ്പെടുത്തിയതും. ഇത് രണ്ടും 1993 ത്രിതല പഞ്ചായത്ത് എന്നത് ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് എന്നിവയാണ്. ഇന്ത്യയിൽ പഞ്ചായത്തി രാജ് നിയമം പാസാക്കിയത് 1993 ഏപ്രിൽ 24 ഇനി കേരളത്തിലാണെങ്കിൽ ആ ഡേറ്റ് ഒന്ന് തിരിച്ചിട്ടാൽ മതി. കേരളത്തിൽ പഞ്ചായത്തി രാജ് നിയമം പാസാക്കിയത് 1994 ഏപ്രിൽ 23 കൺഫ്യൂസ്ഡ് ആവരുത്. ദേശീയ പഞ്ചായത്തി രാജ് ദിനമായി ആചരിക്കുന്നത് ഏപ്രിൽ 24 എന്നാൽ കേരളത്തിൽ പഞ്ചായത്തി രാജ് നിയമം പാസാക്കിയത് 1994 ഏപ്രിൽ 23 അപ്പോൾ പഞ്ചായത്തി രാജ് കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. ഇനി ഇത് പഠിക്കേണ്ടി വരരുത്. ഡൗട്ടുള്ള ആൾക്കാർ 2-3 പ്രാവശ്യം വായിച്ചു നോക്കുക. ഇനി പഞ്ചായത്തി രാജ് നിയമം ആദ്യമായിട്ട് പാർലമെന്റിൽ അവതരിപ്പിച്ചത് നമ്മുടെ രാജീവ് ഗാന്ധിയാണ്. അന്ന് ലോക്സഭയിൽ അത് പാസ്സാക്കുകയും രാജ്യസഭയിൽ പരാജയപ്പെടുകയും ചെയ്തു. അപ്പോൾ എന്താണ് പഞ്ചായത്തി രാജ് നിയമം ആദ്യമായിട്ട് പാർലമെന്റിൽ അവതരിപ്പിച്ചത് ആരാണ്? രാജീവ് ഗാന്ധിയാണ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിൽ വിദ്യാഭ്യാസം ഉൾപ്പെടുന്ന ലിസ്റ്റ് ഏതാണ്? അപ്പം നമുക്കറിയാം 7ാം പട്ടികയിലാണ് ലിസ്റ്റുകൾ ഉൾപ്പെടുന്നത്. അങ്ങനെ ഇന്ത്യൻ ഭരണഘടനയിൽ 3 തരത്തിലുള്ള ലിസ്റ്റുകളുണ്ട്. യൂണിയൻ ലിസ്റ്റ്, സംസ്ഥാന ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. ഈ കൺകറന്റ് ലിസ്റ്റിലാണ് ഏത് പെടുന്നത്? വിദ്യാഭ്യാസം ഉൾപ്പെടുന്നത്. 3 തരം ലിസ്റ്റുകളെ പറ്റി വ്യക്തമാക്കുന്ന ഭരണഘടനയിലെ ആർട്ടിക്കിൾ ഏതാണ്? 246 ആർട്ടിക്കിളാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 3 തരത്തിലുള്ള ലിസ്റ്റുകളെ പറ്റി വ്യക്തമാക്കുന്ന ഭരണഘടനയിലെ ആർട്ടിക്കിളാണ് 246 ആർട്ടിക്കിള്. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് എന്നിവയാണ് 7ാം ഷെഡ്യൂളിൽ 8ാം പട്ടികയിൽ പരാമർശിക്കുന്ന ലിസ്റ്റുകൾ. ഇതിൽ യൂണിയൻ ലിസ്റ്റിൽ 100 വിഷയങ്ങളാണുള്ളത്. ഈ വിഷയങ്ങളെക്കുറിച്ച് നിയമം ഉണ്ടാക്കാനുള്ള അധികാരം ആർക്കാണ്? പാർലമെന്റിനാണ്. യൂണിയൻ ലിസ്റ്റിനെ കുറിച്ചിട്ടുള്ള വിഷയങ്ങളിൽ എന്താണ് നിയമം ഉണ്ടാക്കുന്നത് ആരാണ്? അത് പാർലമെന്റ് ആണ്. ഇനി സ്റ്റേറ്റ് ലിസ്റ്റിലാണെങ്കിൽ 61 വിഷയങ്ങളാണുള്ളത്. ഇത് സംബന്ധിച്ച് നിയമങ്ങൾ ഉണ്ടാക്കാനുള്ള അധികാരം സംസ്ഥാനങ്ങൾക്കാണ്. ഇനി സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്ന് 6 വിഷയങ്ങൾ കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയത് 1976 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മാറ്റിയത്. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ലിസ്റ്റുകളെ പറ്റിയിട്ട് പഠിക്കണം. ഏതൊക്കെ ലിസ്റ്റുകൾ, ഏതൊക്കെ വിഷയങ്ങൾ ഏതൊക്കെ ലിസ്റ്റുകളിൽ പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഞാൻ മുന്നേ നിങ്ങൾക്ക് ഒരു കോഡ് ക്ലാസ് തന്നിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ ഇതിൽ ലിങ്കായിട്ടോ കൊടുത്തേക്കാം. അപ്പോൾ അത് നിങ്ങൾ പഠിച്ചാൽ ആ വിഷയങ്ങൾ നിങ്ങൾ മറക്കത്തില്ല. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ക്ലാസ്സാണത്. കോഡ് യൂസ് ചെയ്തിട്ടാണ് അത് പറഞ്ഞു തരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കത് യൂസ്ഫുള്ളാവും. അടുത്ത ചോദ്യം, സസ്യങ്ങൾക്ക് വികാരമുണ്ടെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞൻ ആര്? സസ്യങ്ങൾക്ക് വികാരമുണ്ട് എന്ന് തെളിയിച്ചത് ആരാണ്? ജെ.സി. ബോസ് ആണ്. ജെ.സി. ബോസ് ആണ് തെളിയിച്ചത്.
അപ്പോൾ മറക്കരുത്, സസ്യങ്ങൾ ചലിക്കുന്നുണ്ടെന്നൊക്കെ കണ്ടുപിടിച്ചത് ആരാണ്? നമ്മുടെ ജെ.സി. ബോസ് ആണ്. ജെ.സി. ബോസ് എന്നിട്ടൊരു ഉപകരണം കണ്ടുപിടിച്ചു. അതിൻ്റെ പേരാണ് ക്രെസ്കോഗ്രാഫ്. എന്താണ്? ക്രെസ്കോഗ്രാഫ്. അപ്പോൾ സസ്യചലനങ്ങൾ രേഖപ്പെടുത്തുന്ന ഉപകരണമാണ് ഏത്? ക്രെസ്കോഗ്രാഫ്. ഈ ക്രെസ്കോഗ്രാഫ് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ജെ.സി. ബോസ്. ഇനി ജന്തുകോശം കണ്ടെത്തിയത് ആരാണ്? ജന്തുകോശം കണ്ടെത്തിയത് തിയോഡർ ഷ്വാൻ ആണ്. സസ്യകോശം കണ്ടെത്തിയത് എം.ജെ. സ്ലീഡനുമാണ്. ജന്തുകോശം കണ്ടെത്തിയത് തിയോഡർ ഷ്വാൻ ആണ്. സസ്യകോശം കണ്ടെത്തിയത് എം.ജെ. സ്ലീഡനാണ്. ഇനി സസ്യചലനങ്ങൾ രേഖപ്പെടുത്തുന്ന ഉപകരണമായ ക്രെസ്കോഗ്രാഫ് കണ്ടെത്തിയത് ഇന്ത്യൻ ശാസ്ത്രജ്ഞനായ ജെ.സി. ബോസ് ആണ്. ഏറ്റവും വേഗത്തിൽ വളരുന്ന സസ്യം ഏതാണ്? അത് മുളയാണ്. സസ്യചലന ദിശ ഉദ്ദീപനത്തിന്റെ ദിശയിൽ നിർണ്ണയിക്കപ്പെടുന്ന ചലനമാണ് ട്രോപ്പിക് ചലനം. സസ്യചലന ദിശ ഉദ്ദീപനത്തിന്റെ ദിശയിൽ, അതായത് നമ്മൾ എന്തെങ്കിലും ഒരു പ്രോസസ്സ് ചെയ്യുവാണെങ്കിൽ, റിഫ്ലക്ഷൻ ചെയ്യുവാണെങ്കിൽ അതിന് ആ ഒരു ദിശയിൽ തന്നെ നിർണ്ണയിക്കപ്പെടുന്ന ചലനത്തിനെ നമ്മൾ ട്രോപ്പിക് ചലനം എന്ന് വിളിക്കുന്നു. ഇനി പ്രകാശത്തിന് നേരെ വളരാനുള്ള സസ്യങ്ങളുടെ പ്രവണതയെ ഫോട്ടോട്രോപ്പിസം, ഫോട്ടോ വെച്ചിട്ട് അറിയാം, ഫോട്ടോ റിലേറ്റഡ് ടു പ്രകാശം, സോ ഫോട്ടോട്രോപ്പിസം എന്നാണ് വിളിക്കുന്നത്. ഭൂഗുരുത്വാകർഷണത്തിന്റെ ദിശയിൽ വളരാനുള്ള സസ്യങ്ങളുടെ കഴിവിനെ ജിയോട്രോപ്പിസം എന്ന് വിളിക്കുന്നു. ജിയോ എന്ന് പറഞ്ഞാൽ ഭൂമിയായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഭൂഗുരുത്വാകർഷണത്തിന്റെ ദിശയിൽ വളരാനുള്ള സസ്യങ്ങളുടെ കഴിവിനെ ജിയോട്രോപ്പിസം എന്ന് വിളിക്കുന്നു. അടുത്തത് രാസവസ്തുക്കളുടെ സ്വാധീനത്തിൽ വളരാനുള്ള ചെടികളുടെ പ്രവണതയാണ് കീമോട്രോപ്പിസം. കെമിസ്ട്രി, രാസവസ്തുക്കൾ, കെമിക്കൽസ്, അപ്പോൾ അത് റിലേറ്റ് ചെയ്തിരിക്കുന്നു. സോ രാസവസ്തുക്കളുടെ സ്വാധീനത്തിൽ വളരാനുള്ള ചെടികളുടെ പ്രവണതയാണ് കീമോട്രോപ്പിസം. ഇനി സ്പർശനത്തോട് പ്രതികരിക്കാനുള്ള ചെടികളുടെ ചലനമാണ് സീസ്മോനാസ്റ്റിക് പ്രചലനം. സ്പർശനത്തോട് പ്രതികരിക്കാനുള്ള ചെടികളുടെ ചലനത്തിനെ നമ്മൾ എന്ത് വിളിക്കും? സീസ്മോനാസ്റ്റിക് ചലനം. ഉദാഹരണം തൊട്ടാവാടിയാണ് സീസ്മോനാസ്റ്റിക് ചലനം. അന്യവസ്തുക്കളുമായുള്ള സമ്പർക്കത്താൽ ഉത്തേജിതമായ ഒരു അവയവത്തിലുണ്ടാകുന്ന ചലനമാണ് ഹാപ്റ്റോട്രോപ്പിസം. എന്താണ്? അന്യവസ്തുക്കളുമായുള്ള സമ്പർക്കത്താൽ ഉത്തേജിതമായ ഒരു അവയവത്തിലുണ്ടാകുന്ന ചലനമാണ് ഹാപ്റ്റോട്രോപ്പിസം. അപ്പം ഇതൊന്നും മറക്കരുത്. എന്താണ് ട്രോപ്പിക് ചലനം? സസ്യചലന ദിശ ഉദ്ദീപനത്തിന്റെ ദിശയിൽ നിർണ്ണയിക്കപ്പെടുന്ന ചലനം ട്രോപ്പിക് ചലനം. ഫോട്ടോട്രോപ്പിസം പ്രകാശത്തിന് നേരെ വളരുന്നത്. ജിയോട്രോപ്പിസം ഭൂഗുരുത്വാകർഷണത്തിലുള്ള ദിശയിൽ വളരുന്നത്. കീമോട്രോപ്പിസം രാസവസ്തുക്കളുടെ സ്വാധീനത്താൽ. സീസ്മോനാസ്റ്റിക് സ്പർശനത്തോടുള്ള പ്രതികരിക്കാനുള്ള ചെടികളുടെ ചലനം. അന്യവസ്തുക്കളുമായ സമ്പർക്കത്താൽ ഉത്തേജിതമായ ഒരു അവയവത്തിൽ ഉണ്ടാകുന്ന ചലനമാണ് ഹാപ്റ്റോട്രോപ്പിസം. അടുത്തത് ഇന്ത്യയുടെ 25ാമത് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി സ്ഥാനമേറ്റത് ആരാണ്? ഇന്ത്യയുടെ 25ാമത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ഓപ്ഷൻ സി ആണ്, രാജീവ് കുമാർ ആണ്. ആരാണ്? രാജീവ് കുമാർ ആണ്. ആർട്ടിക്കിൾ 324 പ്രകാരം നമ്മൾ കുറേ ആർട്ടിക്കിൾസ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചു. ആർട്ടിക്കിൾ 80ഉം 81ഉം രാജ്യസഭ, ലോക്സഭ. ആർട്ടിക്കിൾ 246 ലിസ്റ്റുകളെ പറ്റിയിട്ട് പറയുന്നത്. ഇപ്പം പഠിക്കുന്നത് ആർട്ടിക്കിൾ 324 ആർട്ടിക്കിൾ 324 പ്രകാരമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടത്. മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകരിച്ച ആർട്ടിക്കിൾ 324. തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ അംഗങ്ങൾ 3 അംഗ സമിതിയാണുള്ളത്. 2 ഇലക്ഷൻ കമ്മീഷണർ ഉണ്ട്, പിന്നെ ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ് നമ്മൾ ഈ പറഞ്ഞ രാജീവ് കുമാർ. അപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷണറിൽ 2 ഇലക്ഷൻ കമ്മീഷണറും ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണറുമാണ് ഉൾപ്പെടുന്നത്. എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വന്നത്? 1950 ജനുവരി 25 1950 ജനുവരി 25 ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വന്നത്. ഈ 1950 ജനുവരി 25 ഓർമ്മയ്ക്ക് ജനുവരി 25 നാഷണൽ വോട്ടേഴ്സ് ഡേ, ദേശീയ സമ്മതിദായക ദിനമായിട്ടാണ് ആചരിക്കുന്നത്. ഇലക്ഷൻ കമ്മീഷണറുടെ കാലാവധി എത്രയാണ്? ഇലക്ഷൻ കമ്മീഷണറുടെ കാലാവധി 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ് ഇലക്ഷൻ കമ്മീഷണറുടെ കാലാവധി. സുപ്രീം കോടതി ജഡ്ജിമാരുടേതിന് തുല്യമായ സ്ഥാനവും പ്രതിമാസ വേതനവുമാണ് കമ്മീഷനുള്ളത്. അപ്പോൾ സുപ്രീം കോടതി ജഡ്ജിമാർക്ക് തുല്യമായിട്ടുള്ള സ്ഥാനം, പ്രതിമാസ വേതനവുമാണ് ആർക്കുള്ളത്? കമ്മീഷന് ഉള്ളത്.
ഇവരെ സ്ഥാനം നീക്കം ചെയ്യണമെങ്കിൽ പെട്ടെന്നൊന്നും പറ്റത്തില്ല, ഇംപീച്ച്മെന്റിലൂടെ മാത്രമേ സാധിക്കത്തുള്ളൂ. അതായത് പ്രസിഡന്റിനെ സ്ഥാനമാറ്റം ചെയ്യണമെങ്കിൽ ഇംപീച്ച് ചെയ്യണം. അതേ രീതിയിൽ മാത്രമേ നമുക്ക് ഇലക്ഷൻ കമ്മീഷണർമാരെ സ്ഥാനം നീക്കം ചെയ്യാൻ പറ്റത്തുള്ളൂ. അതല്ലെങ്കിൽ 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് അവർക്ക് കഴിയണം. 1950 മുതൽ 1989 വരെ ഒരു ഇലക്ഷൻ കമ്മീഷണർ മാത്രമാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ് എന്ത് ചെയ്തത്, 3 പേര് ആയത്. സുകുമാർ സെൻ ആണ് ആദ്യത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. ഇന്ത്യയിലെ ആദ്യത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണ്? സുകുമാർ സെൻ ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് VS രമാദേവി. അപ്പോൾ ഈ 10 ക്വസ്റ്റ്യൻസ് ഇത്തരത്തിൽ നമ്മൾ പഠിക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് നല്ല ഇമ്പ്രൂവ്മെൻറ്റ് വരുത്താൻ പറ്റും. അത് മാത്രമല്ല LGSന് പ്രിപ്പയർ ചെയ്യുന്നവർക്കും കേരള ബാങ്ക് ഓഫീസ് അറ്റൻഡൻറ്റിന് അപ്ലൈ ചെയ്യുന്നവർക്കും ഈ വരുന്ന മെയ് മാസം, അതായത് നമ്മുടെ ഈ അടുത്ത ബുധനാഴ്ച മുതൽ PSC ബേസിക്സിൻ്റെ ആപ്പിൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സ്റ്റഡി പ്ലാനോട് കൂടിയ ക്ലാസ്സാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ല റാങ്ക് നേടുന്ന രീതിയിലാണ് ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു.